ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோல எதை பத்தி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம வாழா மூவி கிளைமேக்ஸ் சீன் தான் இன்னைக்கு வந்து நம்ம ரியாக்ட் பண்ண போறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 6 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பா செக் பண்ணி பாருங்க. ஒரு ஸ்கூல் லைஃப் அண்டு வந்து பார்த்தீங்கன்னா ஒரு காலேஜ் லைஃப், அடுத்து வந்து பார்த்தீங்கன்னா ஜாபுக்கு வந்து பார்த்தீங்கன்னா ஒவ்வொருத்தரா வந்து ட்ரை பண்ணாங்க. ஆனா வந்து பார்த்தீங்கன்னா அந்த சீன் 6ல வந்து அந்த அவங்க எக்ஸாம் எழுதி அதுக்கப்புறம் எல்லாமே வந்து ஃபெயில் ஆயிருப்பாங்க. அந்த ஃபெயில் ஆனது வந்து பார்த்தீங்கன்னா ஒரு பேரண்ட்ஸ் வந்து குத்தி காட்டிக்கிட்டே இருப்பாங்க. ஒரு கல்யாணம், ஒரு ஃபங்ஷன் எங்கனா வந்து போனாங்கன்னா, ஒரு சொந்தக்காரங்கள வந்து பார்த்தீங்கன்னா, குத்தி காமிச்சுக்கிட்டே இருப்பாங்க. நீ ஃபெயிலு அப்படிங்கிற மாரி. அந்த அந்த ஃபீல் வந்து பார்த்தீங்கன்னா, ரொம்பவே வந்து சேடு. அந்த மாரி வந்து யாருமே வந்து பண்ணாதீங்க. அவங்க வந்து திறமையா வந்து பார்த்தீங்கன்னா, கண்டிப்பா படிச்சு வந்து ஒரு பெரிய ஆள் ஆவாங்க. அவங்களுக்கு வந்து ஃப்ரீ குடுங்க. நீங்க வந்து மட்டம் தட்டிக்கிட்டே இருந்தீங்க அப்படின்னா வந்து மேற்கொண்டு போ பார்த்துக்கலாம் அப்படிங்கிற மாரி ஆயிடுச்சு. நீங்க வந்து என்கரேஜ் வந்து பண்ணிக்கிட்டே இருந்தீங்கன்னா, அவங்களுக்கும் வந்து ஒரு எண்ணம் வரும். சரி நம்மளால முடியும் அப்படிங்கிற மாரி. அந்த உந்துதல் வந்து பார்த்தீங்கன்னா, நீங்க எப்பயுமே வந்து குடுங்க. ஓகே, நம்ம போய் வீடியோக்குள்ள போய் பார்ப்போம். வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணா, கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணுங்க. இப்ப வாங்க വീഡിയോക്കുள்ள പോലാം. അല്ല, ആദ്യം അവിടുന്ന് ചെയ്തു നോക്കട്ടെ. നിങ്ങൾ ഈ തുടക്കത്തിന്റെ കാര്യം മുടക്കൂറല്ലേ? ഇവിടെ ഒരു തീരുമാനം എടുക്കേണ്ടത് ഉപ്പയാണ്. ഉപ്പയുടെ തീരുമാനം തെറ്റാറില്ലല്ലോ. ബിരിയാണിക്ക് നെയ്യ് ഭയങ്കര കൂടുതല്. എടാ, ഒരു കാര്യം മനസ്സിലായി. നമുക്കൊരു അത്യാവശ്യം വന്ന ഒരുത്തന്റെ കാല് പിടിക്കാനുള്ള ഗതികളുണ്ടായിരുന്നു. സാറിന് സിബില് കുറവാണ്, ലോൺ കിട്ടില്ല. അയ്യോ, അതെന്താ? എനിക്ക് ജോലി ഉണ്ടല്ലോ. ജോലി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സർ. നിങ്ങളുടെ കാർ ലോൺ മുടങ്ങിയിട്ടുണ്ട്, അതാണ് പ്രശ്നം. വിഷ്ണു, താൻ എന്തെങ്കിലും ഒന്ന് പറയടോ. തനിക്ക് എത്ര ബാക്ക് പേപ്പേഴ്സ് ഉണ്ട്? 3 4. സാർ, ഞാനൊന്ന് പുറത്തു വിട്ടു. ഓക്കെ. എടോ, ആ മണ്ടൻ ഒന്നും അറിയത്തില്ല. ഇങ്ങനെയുള്ളവന്മാരെ റെഫർ ചെയ്താലേ തനിക്കാ പ്രശ്നം. ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ ഒരു യൂസ്ലെസ്സുകളെ കൊണ്ടുപോകാം. അയ്യോ. കിട്ടൂലായിരിക്കും. നല്ല ടഫായിരുന്നു. കുഴപ്പമില്ലടാ, നമുക്ക് നോക്കാം. അത് ഓരോ പ്രാവശ്യം ഓരോ പ്രശ്നങ്ങൾ കാരണം സാർ വിചാരിച്ച എങ്ങനെയെങ്കിലും. ഞാൻ വിചാരിച്ച വീടോ വസ്തുവോ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ പേരിൽ ഇനി നോക്കണ്ട. മോന്റെ പേരിൽ പേഴ്സണൽ ലോൺ വല്ലതും നോക്കാം. ITR എത്ര അടയ്ക്കുന്നുണ്ട്? അതെന്തോന്നു? ഇൻകം ഉണ്ടെങ്കിലല്ലേ ടാക്സ് അടയ്ക്കാൻ പറ്റൂ സാർ. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിയൊന്നും ആയിട്ടില്ല അല്ലേ? അയ്യോ, ഡിഗ്രി കഴിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഗോൾഡോ മറ്റോ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റ് കുറവാണ്. പെട്ടെന്ന് തന്നെ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വല്ലതും നോക്കണോ? ഓക്കെ സാർ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ശരി. നിങ്ങൾ പിരിയാനുള്ള കാര്യം പോലും ഞങ്ങൾക്കറിയില്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് പറ. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, മനസ്സിലായി. അപ്പൊ പിരിയാൻ തീരുമാനിച്ചു. ഓഹോ, അത് നിങ്ങൾ മാത്രമാണ് തീരുമാനിച്ചാൽ മതിയോ? എടാ, അപ്പൊ മോന്റെ കാര്യം ആര് നോക്കും? മോന്റെ കാര്യമാണ് ഒരു കൺഫ്യൂഷൻ. അവൻ ഇവിടെ നിർത്തിയാലോ എന്നാണ് ആലോചിക്കണത്. നിന്റെ ജോലിയും കാര്യങ്ങളും കണ്ടിട്ടല്ല എന്റെ കുഞ്ഞിനെ എന്നെ കെട്ടിച്ചു തന്നത്. നീ അവളെ നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ. ഇതിപ്പോ നിങ്ങൾ രണ്ടാളും രണ്ടു മണിക്ക് പോകുന്ന പറഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്വമല്ലേ ഭാര്യ കുഞ്ഞിനെ നോക്കാന്നുള്ളത്? ഇത് ഞങ്ങൾ മ്യൂച്വലി എടുത്ത ഡിസിഷനാ. വെറുതെ വിശ്വത്തിനെ മാത്രം കുറ്റം പറയണ്ട. അത് നിങ്ങൾ രണ്ടുപേരും മാത്രം എടുക്കേണ്ട തീരുമാനമല്ല. അതിനോട് ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളോട് അറിയണം. ഈ വയസ്സാം കാലത്ത് ഞങ്ങൾ എങ്ങനെ കുഞ്ഞിനെ നോക്കാനാ? എനിക്കാണെങ്കിൽ കാലിനും കൈക്കൊന്നും വയ്യ. നിന്റെ അച്ഛന് പഴയ ആരോഗ്യവും ഇല്ല. എടാ, ഞങ്ങക്ക് ഞങ്ങളെ തന്നെ നോക്കാൻ വയ്യ. പിന്നെ എങ്ങനെയാ കുഞ്ഞിനെ നോക്കുക? ഇപ്പോഴത്തെ പിള്ളേർക്ക് എങ്ങനെയാ? അവർക്ക് അച്ഛനന്മാരെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ കൊച്ചുങ്ങളെ പോലും നമ്മൾ നോക്കണം. നിങ്ങൾ എന്താന്ന് വെച്ചാ തീരുമാനിക്കേ. ഇക്കാക്ക, ഇവന് എത്രയും പെട്ടെന്ന് ഗൾഫിൽ ഒരു ജോലി ശരിയാക്കി കൊടുക്കണം. ശരിയാക്കാം. എവിടെ പോകുന്നു? ദുബായില്. ഇപ്പോഴാ? അതെ, പണ്ടും ഇതേപോലെ
എന്റെ വാപ്പാന്റെ വീട് വിട്ടിട്ടാണ് വാപ്പ ദുബായി കയറി പോയത്. 10-30 വർഷേ പുള്ളിയോടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വളർത്തിയതും പഠിപ്പിച്ചതും വീട് വെച്ചത്. ആ വീട് വിട്ടിട്ടാണ് ഞാൻ ഗൾഫിൽ കയറി പോയത്. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് വെച്ചത്. ഈ വീട് വെച്ചിട്ട് നീ ഇവനെ പറഞ്ഞേക്കണം, ഇനി അവ അവിടെ ചെന്നിട്ട് പുതിയ വീട് വെക്കാൻ കഷ്ടപ്പെടണോ? എന്താണ് ഇത്? വീട് വെക്കാനും കല്യാണം നടത്താനുമാണ് എല്ലാരും ഗൾഫിൽ പോണത്. നീ ഒരിടത്തും പോണ്ട, ഞാൻ ശരിയാക്കി തരും ജോലി. ഇവിടെ 10-20 വർഷേ ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട പോലെ എനിക്കറിയാം. വീട്ടുകാരെയും കൂട്ടുകാരെയും ഒന്നും കാണാതെ. கண்டிப்பா அதான் உண்மை. ഇപ്പൊ പെണ്ണിന്റെ കാര്യമോ? അവളെ കാര്യം ഞാൻ നോക്കിക്കോളാം സമയമാകുമ്പോ. നീ കൂടെ ഉള്ളവിടെ എവിടെ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞെങ്ങനെയാ? അവളായോണ്ടേ ചായ നിന്റെ കയ്യിൽ ഒഴിച്ചു, ഞാനാണെങ്കിൽ തിളച്ച ചായ നിന്റെ മുഖത്തൊഴിച്ചത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളെ കണക്ക് ബുദ്ധിയുണ്ട്. എന്ത് ബുദ്ധി? ആർക്കും വേണ്ടാത്ത വാഴ എടുത്ത് കൃഷി ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ വാഴ എന്ന് വെച്ചാൽ വെറും വേസ്റ്റ് ആണ്. അത് നമ്മുടെ തെങ്ങോലല്ല, അടിപൊളി ഫലമുള്ളതാ. അല്ലാതെ ഇലയും കുലയും മാത്രമൊന്നുമല്ല, കംപ്ലീറ്റ് ബിസിനസ്. നമ്മുടെ പിള്ളേരുടെ ബിസിനസ് ഐഡിയ ഇട്ടാലേ നിങ്ങൾ ഞെട്ടും. ഇപ്പൊ കൊല മാത്രമല്ല, വാഴ 4 വരെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ അവിടുത്തെ 2 കമ്പനികളായിട്ട് അവർ എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞു ഈ വാഴ നേരെ കയറ്റിവിടാൻ വേണ്ടിയിട്ട്. ഇവരോട് തിരിക്കുന്ന ഈ സാരി ഉണ്ടോ, വാഴ നേരം കൊണ്ട് ഉണ്ടാക്കിയത്. ഇവിടെ വിലയില്ലെന്ന് പറയുന്ന പല കാര്യത്തിനും വിലയുണ്ട്. നിങ്ങൾക്ക് മണ്ണല് പൊട്ടലൊക്കെ ആയിരിക്കാം, പക്ഷെ അവനൊരു വിലയുണ്ടെന്ന് എനിക്കറിയാം. താമസിയാതെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോഴത്തെ പിള്ളേരെ കൊണ്ട് ഒരു കാര്യമില്ലാതെ പിള്ളേരെ വളർത്തണം, അടിച്ച് വളർത്തണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും, ആട്ടി കിട്ടിയിട്ട് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു ഉളുപ്പില്ലാതെ. ഇവനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് കുടുംബത്തിന്. എനിക്ക് എന്താ വേണ്ട? ചിക്കൻ പീസ് എന്നാ പിടിച്ചോ, ലെഗ് പീസ് തന്നെ പിടിച്ചോ, കഴിക്കടാ ചേട്ടൻ. ഓയ്യോ ഓട്. നീ അവിടെ എന്താ പറഞ്ഞതല്ലേ? അവൻ പറഞ്ഞത് കേട്ടില്ല ചേട്ടാ. അവൻ പറഞ്ഞത് എന്താണ് തെറ്റ്? അവനെ മറ്റേ കാര്യം നോക്കിയാ പോലെ. അങ്ങനെയാണെങ്കിൽ എന്തിനാ എന്ത് പറഞ്ഞു തന്നോടാ? അപ്പ വേണ്ട. എടോ എന്റെ മകനെ തല നിനക്കെന്താണ് യോഗ്യത? എടോ നിന്റെ കാര്യം ആലോചിച്ച് ആദ്യം പിടിച്ചിട്ടാണ് അവ നേരത്തെ അങ്ങ് പോയത്, അറിയോ? എന്നിട്ട് അപ്പന്റെ ഒരു കടമുറി ഞാനാണ് നിനക്ക് തന്നത്, അതുകൊണ്ട് നീ ഇപ്പൊ ജീവിക്കുന്നു. എന്നിട്ട് അവന്റെ കഴിവിന്റെ കഥ ഉണ്ടാക്കാൻ നടക്കുന്നു. എടാ എടാ എന്തുവാണ്? നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നീ ഇങ്ങനെ ആണോ? പറയേണ്ട കാര്യം എവിടെ വെച്ചാണേലും ആരുടെ മുന്നിലാണേലും പറയണം. അങ്ങനെയുള്ള കുറച്ചു മുമ്പ് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തന്നത്. நீங்க சொன்னது உங்களுக்கே ரிவெஞ்ச். പറഞ്ഞാലേ ശരിയാത്തുള്ളൂ. നാലാളെ മുന്നിൽ വെച്ച് പറഞ്ഞാലേ ഇവനൊക്കെ നാണങ്ങളോട്. എടാ ജോലി കൂലിയില്ലാതെ തെക്കോടെ തെണ്ട് നടക്കുന്ന ഇവന് വേണ്ടി വക്കാലത്ത് പറയുന്നത് നാണമില്ലേ? നിനക്ക് എത്ര വയസ്സായടാ? നിന്റെ വയസ്സ് പറയടാ. 26. ഇവന്റെ പ്രായത്തിൽ നിങ്ങൾ എന്നാ ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാണക്കേടിന്റെ കാര്യം, പാതിരാത്രി അയൽ വീട്ടിലെ പെണ്ണിന്റെ വീട്ടിലെ കോഴിക്കോട്ട് നാട്ടുകാരെ പിടിച്ചു കിട്ടിയപ്പോ അന്ന് നമ്മുടെ അപ്പ അനുഭവിച്ച നാണക്കേടിന്റെ 1000-ലൊന്നും ഇവൻ കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ ഒരാളെ ഉപദേശിക്കാൻ പോകുമ്പോ താനാളായോ എന്ന് ആലോചിക്കണം, എന്നിട്ട് ഉപദേശിക്കാൻ വരണം. എന്റെ മകൻ എങ്ങനെ ജീവിക്കണം അവനറിയാം. അവൻ ആരുടെ ഉപദേശമൊന്നും വേണ്ട. നിങ്ങൾ എന്താ ഒന്നും പറയാത്തെ? ഡിവേഴ്സ് അവർ ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ? അത് മോശമാണെന്ന് നമ്മളെങ്ങനെ പറയാ? പണ്ടത്തെ പോലെ എത്ര വഴക്കായാലും ഒരുമിച്ചൊരു വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാന്നൊക്കെ പറയുന്നത് അതിനേക്കാളും നല്ലത് പിരിയുന്നത് തന്നെയാ. നമുക്ക് നാണക്കേടാണെന്ന് കരുതി അവര് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒരു ന്യായീകരിക്കണം. എന്നാലും അവനെ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ഓർത്തൂടെ? അവനെ നമ്മൾ നോക്കിയിട്ടുണ്ടോ? സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ അവനെ നമ്മൾ അനുവദിച്ചിട്ടുണ്ടോ? എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് നമ്മളായിരുന്നു. നമ്മൾ പറഞ്ഞതെല്ലാം അവനനുസരിച്ചു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ ജോലിയുടെ പേരിൽ രണ്ടുപേരും 2 സ്ഥലത്തായി. ആ കാലം മുഴുവൻ അവൻ പഠിച്ചത് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നാണ്. നിന്റെ കോളേജിലും ഹോസ്റ്റലിലായി. വെക്കേഷൻ സമയത്ത് 1-2 പ്രാവശ്യം വന്നു, കണ്ടാ കണ്ടു. ജോലി കിട്ടിയത് ബാംഗ്ലൂരില്, ഇപ്പൊ കാനഡയില്.
എങ്ങനെയാണ് നമ്മളോട് അറ്റാച്ച്മെന്റ് തോന്നുന്നത്? നമ്മൾ കൊടുത്തതല്ലേ തിരിച്ചു കിട്ടും. ഇനി സ്വന്തം തീരുമാനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. നമ്മളവരെ തടയണ്ട. അപ്പോ ഈ കുഞ്ഞിന്റെ കാര്യം നീ വിഷമിക്കേണ്ടടാ. പഠിക്കാൻ നിന്നെക്കാളും വലിയ മോശക്കാരനായിരുന്നു ഞാൻ. അതിനെന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരുപാട് തെറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ മെത്ത വയ്ക്കുന്നവനല്ലേ നിന്റെ ചെറിയച്ഛൻ, അവനും കിട്ടിയിട്ടുണ്ട്. അച്ഛൻ സർവീസ് ചെയ്ത് മരിച്ച ഒഴിവിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അല്ലാതെ എന്റെ കഴിവുകൊണ്ടൊന്നുമല്ല. ഇനി ഞാൻ സർവീസ് ചെയ്ത് മരിച്ച ആ ജോലി നിനക്ക് കിട്ടും. അച്ഛ അങ്ങനെ പറയല്ലേ അച്ഛ. ഞാൻ ശ്രമിക്കാം. ഞാൻ നന്നായിട്ട് ശ്രമിച്ച് എങ്ങനെയൊരു ഒരു ജോലി വാങ്ങിച്ചോളാം. വെറുതെ പറമ്പിരിക്കണ വാഴ കണ്ടാ പറയില്ല ഇത്രയും കാശിലുള്ള കാര്യമാണെന്നോ. വേറെന്തൊരു വഴി നോക്കിക്കോളാം. വേറെന്ത് വഴി? എടാ, ഇത്രയും കഷ്ടപ്പെട്ട് രാപ്പകല് ജോലി ചെയ്തിട്ട് എനിക്കില്ല സിബിൽ സ്കോർ. പിന്നെയാണോ നിനക്ക്? നിന്റെ അമ്മയുടെ കുറച്ച് സ്വർണം ഇവിടെ ലോക്കറി ഇരിപ്പുണ്ടായിരുന്നു. ഞാനതൊക്കെ എടുത്തു. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കളയാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ, അവളുടെ ഓർമ്മയ്ക്കായിട്ട്. നീ ഇത് പണയം വെച്ചോ, കാര്യങ്ങൾ നടക്കട്ടെ. അത് വേണപ്പാ. കുഴപ്പമില്ലടാ, എനിക്ക് മനസ്സിലാവും. നിന്റെ അമ്മയ്ക്ക് നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നേ. മോൻ വിഷമിക്കണ്ട, കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുമല്ലേ. എല്ലാ പാരന്റ്സിന്റെ ആഗ്രഹമാണ് അവസാന കാലത്ത് മക്കളെ കണ്ടു മരിക്കണം. പക്ഷേ ഈ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഉള്ള മക്കൾ എത്തുമ്പോഴേക്ക് പലപ്പോഴും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതാ എന്റെ വിഷം. മോനെ, ഒരു വാഴ ഒലയ്ക്ക് എത്ര ആളെടുക്കും? ഒരു 300 ദിവസം വരെ എടുക്കും. എന്നുവെച്ചാ ഒരു 9-10 മാസം. ഒരു കുഞ്ഞുണ്ടാവണ സമയം അല്ലേ? അതെ. എന്നാ നീ ഒന്ന് വെച്ച് നോക്ക്. നീ വെക്കുന്നതാണോ വാഴ, അതോ ഇവൻ വെച്ചതാണോ വാഴ, ഞാൻ വെച്ചതാണോ വാഴയെന്ന് നമുക്കൊന്ന് നോക്കാലോ. കരയാണ്. என்னப்பா இவ்வளோ நேரம் சிரிக்க வச்சுட்டு எல்லாம் அழுவ வைக்கிறீங்களேப்பா. ഹൃദയം അഴലിൽ വെന്താലും മകനെ കുറവേ കരയിൽ ഹൃദയം ഒരു നാൾ അറിയും നിന്നച്ഛൻ മകനെ നിറയും
ഒരാൾ ഹീറോ ആവുന്നത് പ്രേമിച്ച പെണ്ണിനെ കിട്ടുമ്പോഴോ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ഒന്നും ആകുമ്പോഴല്ല, അത് നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളായിട്ട് അംഗീകരിക്കുമ്പോഴാണ്. അയ്യോ അച്ഛൻ വന്നു. പിന്നെ കാണാം. നാളെ വരുമോ? അച്ഛൻ വിട്ടാവില്ല. ഇവനെ വിട്ടാ ഞാനും വരാം. എവിടെയായിരുന്നു എത്ര നേരം? ഓയ് എത്ര നേരം ഞാൻ ഓൺ അടിക്കുന്നു? ഒന്നുമില്ല എനിക്ക് ചേട്ടന്മാര് കഥ പറഞ്ഞു തരുമായിരുന്നു. എന്ത് കഥ? ആരെന്തു പറഞ്ഞാലും നമ്മൾ നമ്മുടെ ആഗ്രഹം പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ജീവിതം പരാജയമാവും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? എനിക്ക് ആംസ്ട്രോങ്ങിനെ പോലെ മതി. ആംസ്ട്രോങ് ഒക്കെ ആവുന്ന നല്ലത്. ബഹിരാകാശ ഗവേഷകർക്കൊക്കെ ഇപ്പൊ നല്ല ഡിമാൻഡ്. അല്ലല്ല, ആംസ്ട്രോങ് സൈക്കിൾ ചാമ്പ്യനാ. എനിക്ക് സുമാർക്കറെ പോലെ മതി. നീ ഒരുപാട് സൈക്കിൾ സർക്കസ് ഒന്നും കാണിക്കണ്ട. മര്യാദയ്ക്ക് പഠിച്ച് IPS എടുക്കാൻ നോക്ക്. അതല്ല ചേട്ടന്റെ സ്വപ്നം. ആ ചേട്ടനോട് ഏതോ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചിറക് വിടർത്തി പറക്കണം. അത് ഇവരുതാണ്. നീയൊക്കെ ആദ്യം മുട്ടയിൽ എന്നിട്ട് ചെറു വരുത്തുന്ന കാര്യം ആലോചിക്കും. പോലീസ് ഉപദേശം നീമാര് നല്ല ബെസ്റ്റ് പയ്യന്മാരായിരിക്കും. നീ ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. മര്യാദയ്ക്ക് IPS ചെയ്തെടുത്ത് ഇവിടുത്തെ കമ്മീഷണറാ വന്നു. അണ്ടർസ്റ്റുഡ്? ഉണ്ടാക്കിയ നേരത്ത് നമ്മുടെ പ്ലാൻ എല്ലാം വർക്കൗട്ടാണ്. അതവിടെ പോയി. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. മൺസൂണല്ലേ വരണത്, മഴ ചതിക്കോ? നീ നിന്റെ കരുതാക്കത്ത് വളയ്ക്കാതെ പൊത്തിക്കൊണ്ടിരിക്കുമെന്ന്. എന്നാ ഞാൻ ഒരു കാര്യം പറയാം, ഈ വർഷം മഴ പെയ്യൂല എന്ന് നിന്നോട് ആര് പറഞ്ഞു? നിങ്ങൾ നോക്കും. ഇനി വരാൻ പോകുന്നത് കൊടും വരൾച്ചയുടെ കാലമാണ്. ഇക്കൊല്ലം മൺസൂൺ ഇല്ലെന്ന് മാത്രമല്ല, അത്യാവശ്യം വെള്ളം പോലും കിട്ടില്ല. നല്ല ഉഷ്ണപ്രതീതി ഉണ്ടാവും. ധാന്യവിളകൾക്ക് അത്ര അനുകൂലമായ ഒരു മഴ ഇക്കൊല്ലം ലഭിക്കില്ല. വനപർവ്വതങ്ങളിൽ കഴിഞ്ഞ വർഷം ലഭിച്ച പോലൊന്നും ഈ വർഷം മഴ ലഭിക്കില്ല. ഇനി വരാൻ പോകുന്നത് കൊടും വരൾച്ചയുടെ കാലമാണ്. ജീവിതമെന്ത് കളറാ പറഞ്ഞു കേൾക്കാനെന്ത് രസമുള്ള കഥയാ. ജനിച്ച നാളന്ന് മുതൽ കൂട്ടുകുഴി മടിയായ ശുക്രനാണേലു എഴുന്നേറ്റമില്ല ഞാൻ. ഓയ്യോ തന്നെ. சூப்பர் சூப்பர் சூப்பர். உண்மையாலுமே வந்து பார்த்தீங்கன்னா, நம்ம அந்த நெறையா மலையாள மூவி வந்து பார்த்தீங்கன்னா, நம்ம ரியாக்ட் பண்ணியிருக்கோம். இந்த மாரி வந்து ஒரு அழகான ஒரு கதை வந்து இதுவரைக்கும் நான் வந்து பார்த்ததில்ல. சூப்பரா இருந்துச்சு. செம்மையா இருந்துச்சு. ஸ்கூல் ஃப்ரெண்ட்ஸு, அதுக்கப்புறம் வந்து பார்த்தீங்கன்னா வந்து காலேஜ் ஃப்ரெண்ட்ஸு, அதுக்கப்புறம் காலேஜ் முடிஞ்சோனே வந்து அடுத்து நீ என்ன பண்ண போற? அப்படிங்கிற மாரி வந்து ரியல் லைஃப் வந்து பார்த்தீங்கன்னா, தத்ரூபமா வந்து பார்த்தீங்கன்னா எடுத்திருக்காங்க. சூப்பரா இருந்துச்சு. அ என்ன சொல்றதுன்னே சொல்லி தெரியல. அப்படியே வந்து ஒவ்வொருத்தவங்க பேசுறது வந்து பார்த்தீங்கன்னா, அப்படியே கண் கலங்குற மாரி இருந்துச்சு. ஒரு ஃபேமிலில வந்து குத்தி காமிச்சு, அவன் வந்து நல்லா வந்துருவான் அப்படிங்கிற மாரி வந்து ரியல் லைஃப்ப வந்து அப்படியே தத்ரூபமா வந்து எடுத்திருக்காங்க. சூப்பர், சூப்பர், சூப்பரா இருந்துச்சு. ஓகே கைஸ், இந்த வீடியோ வந்து கண்டிப்பா உங்களுக்கு பிடிக்கும்னு நெனைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு, நெக்ஸ்ட் நம்ம என்ன மூவி ரியாக்ட் பண்ணலாம்னு சொல்லிட்டு கமெண்ட் பாக்ஸ்ல வந்து கமெண்ட் பண்ணுங்க. சப்ஸ்கிரைப் பண்ண நீங்க பார்த்துக்கிட்டீங்கன்னா, கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இதுபோல நல்ல வீடியோ நெக்ஸ்ட் சந்திப்போம். பாய்.